മറുനാടൻ കിച്ചണിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ട്രഡീഷണൽ ഗ്രീക്ക് സലാഡ്. വളരെ എളുപ്പത്തിലും നമ്മുടെ ഈ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും ചെയ്യുന്ന സലാഡാണ്. നമുക്ക് ഡിഷിലേക്ക് കിടക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസിന്റെ ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് തന്നെ നമ്മളിത് ഈ വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഷോപ്പ് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. 4 പോർഷൻ സലാഡാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഫാമിലിയിൽ ഉണ്ടാക്കിയ എല്ലാവർക്കും ജസ്റ്റ് ഒരു നേരം കഴിക്കാനുള്ള സലാഡ് ഈ ഡിസ്പ്ലേയിൽ കാണുന്നത്. ഇത് ഫ്രഷ് ലെറ്റ്യൂസ്, ക്യുക്കുംബർ, പീസ് ലെമൺ, സ്ലേബ്സ്, ബ്ലാക്ക് ഒലിവ്സ്, ഗ്രീക്ക് ഫെറ്റ ചീസ്, 3 pieces tomato, olive oil, and for garnish little bit spring onion, pepper and salt. അപ്പോൾ നമ്മളൊരു ലെറ്റ്യൂസ് എടുത്തു, പകുതിയായിട്ട് മുറിക്കുന്നു, പിന്നെ അത് 3ആയിട്ട് ചോപ്പ് ചെയ്തു. നമ്മൾ വലിയ പീസസ് ആയിട്ടാണ് ചെയ്യുന്നത്. സ്ക്വയർ ടൈപ്പ് അല്ലെങ്കിൽ ക്യൂബ് ആയിട്ട് ഇരിക്കും. എന്നിട്ട് അതൊരു ബൗളിലേക്ക് ആക്കുന്നു. ടൊമാറ്റോയും നമ്മൾ ഇതുപോലെ തന്നെ 3ആയിട്ട് നടുവേ സ്ലൈസ് ചെയ്തു, വീണ്ടും 3ആയിട്ട് സ്ലൈസ് ചെയ്തു. ഇപ്പം നമ്മൾ കട്ട് ചെയ്യുന്നത് ക്യുക്കുംബറാണ്. ക്യുക്കുംബർ ഓർമ്മ നമ്മളിങ്ങനെ നടുവേ ഒന്ന് സ്ലൈസ് ചെയ്യുക, വീണ്ടും അതൊന്നുകൂടെ തിരിച്ചൊന്നുകൂടെ സ്ലൈസ് ചെയ്യുക, ചെറിയ ക്യൂബ്സ് ആയിട്ട് കിട്ടുക. ബ്ലാക്ക് ഒലിവ്സ് ഇടുന്നു. പിന്നീട് നമ്മൾ ചേർക്കുന്നത് ഗ്രീക്ക് ഫെറ്റ ചീസാണ്. ക്യൂബായിട്ട് കട്ട് ചെയ്ത് മോളിൽ വിതറുക. ലെമൺ സ്ക്യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഒരു ഫോർക്ക് എടുക്കുക, തിരക്കി കുത്തുക, സ്ക്യൂസ് ചെയ്യുക. കൈകൊണ്ട് വെറുതെ സ്ക്യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അതിന്റെ ജ്യൂസ് കിട്ടുന്നതാണ്. ഇനി നമ്മൾ അതിലേക്ക് പെപ്പർ ആഡ് ചെയ്യുന്നു, സോൾട്ട് ഫോർ ദ ടേസ്റ്റ്. നമ്മൾ ഒലിവ് ഓയിൽ ചേർക്കും. അത് നമ്മൾ ചേർത്തുള്ള ഒലിവ് ഓയിലാണ്. നമ്മൾ വീണ്ടും ഒന്നുകൂടെ സ്റ്റിർ ചെയ്യുന്നു. ഈ ഡ്രസ്സിങ് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യാം. ലാസ്റ്റ് നമ്മള് സ്പ്രിംഗ് ഓണിയൻ ഗാർണിഷ് ചെയ്യും. സോ ഗ്രീക്ക് സലാഡ് റെഡി.